ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ അരിയും ഉഴുന്നൊക്കെ അരച്ചെടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ മൊരിച്ചെടുത്താലേ ഇവിടെ എല്ലാവരും കഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഉഴുന്ന് ദോശയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പ്രത്യേക ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ചായയിൽ ഇതാ നല്ലപോലെ തന്നെ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്ത് ചായ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പൊതുവേ എനിക്ക് ചായയിൽ കൂടുതലായിട്ട് ചായപ്പൊടി ഇട്ടിട്ട് ചായ ഉണ്ടാക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതാണ് ഞാൻ ചായപ്പൊടി കുറച്ചിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ മക്കൾക്ക് ടോയ്സൊക്കെ വെച്ചിട്ടുണ്ട്, അവർ കളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉച്ചയത്തെ ഫുഡ് കഴിക്കാനായി കോഴിമുട്ടി ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയും അച്ചാറും കൂട്ടിയിട്ട് ഉച്ചയത്ത് ഫുഡ് കഴിച്ചിട്ട് നേരെ അതാ വീട്ടിൽ പോയി ഒന്ന് നല്ല പോലെ കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രാത്രി ബ്രദറിനെയും കൂട്ടിയിട്ട് പോകുന്നത് കേട്ടോ. നേനുക്ക് 2-3 ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നേ, അതുകൊണ്ട് തന്നെ രാത്രി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് കേട്ടോ. അങ്ങനെ മുക്കത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഷോപ്പിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പ് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഷോപ്പിൽ കുറഞ്ഞ വിലയിൽ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സായിട്ട് മക്കൾക്കുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒരു ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് മുക്കം സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ അരീക്കോട് സ്റ്റാൻഡിലേക്ക് ഒരു ഷോർട്ട് വഴി ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് വിഷ്വലിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. പിന്നെ ഇത് അവിടുന്ന് 2 കൂട്ടം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ബ്രദറിനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.